അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫതുഹുൽ മുഈൻ സബക് 10. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വയുബാദിറു മൻ മറ, മുൻകഴിഞ്ഞൊരുത്തർ ധൃതിയാക്കണം, ഒളിരിപ്പിക്കണം. ബിഫായിത്തിൻ, ഫൗത്തായ നിസ്കാരം കൊണ്ട്, ഖളാആയ നിസ്കാരം കൊണ്ട്, ഉജൂബൻ നിർബന്ധമായ നിലയിൽ, ഇൻ ഫാത ബിലാ ഉദ്രിൻ ഒരു കാരണം കൂടാതെ നഷ്ടപ്പെടുത്തിയാൽ, ഒരു കാരണമില്ല മനഃപൂർവ്വം നിസ്കാരം ഖളാക്കി എന്നാൽ പിന്നെ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഖളാവ് വീട്ടണം. കണ്ടോ, ഫൈൽസമുൽ ഖളാവ് വീട്ടിൽ അവനക്ക് നിർബന്ധമാകും. പറഞ്ഞത് നമ്മുടെ പറഞ്ഞെന്നുള്ളൂ. ഫൗറൻ പെട്ടെന്ന് ഖളാവ് വീട്ടണം. ഖാല ഷെയ്ഖു, നമ്മുടെ ഷെയ്ഖ് പറഞ്ഞു, നമ്മുടെ ഷെയ്ഖിനെ പറഞ്ഞു. ആര്? അഹ്മദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എന്നവർ പറഞ്ഞു. ഇനി കിതാബിലൊക്കെ കാണാം ഇടയ്ക്കിടയ്ക്ക് കാല ഷെയ്ഖുന എന്ന് പറയും. അതിനെ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇത് തുടക്കത്തിലായതുകൊണ്ട് അഹ്മദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എന്നെടുത്ത് പറഞ്ഞതാണ്. മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? വല്ലദി യദ്ഹറു. ഇനി വായിക്കാൻ പോകുന്നത് തുഹ്ഫൻ്റെ ഇബാറത്താണ്. വല്ലദി യദ്ഹറു, നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ അങ്ങനെയാണ് മായന വെക്കേണ്ടത് കേട്ടോ. വല്ലദി യദ്ഹറു, നമുക്ക് മനസ്സിലാകുന്നത്. ദലീലുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്ത്? അന്നഹു, തീർച്ചയായും ഈ നിസ്കാരം ഖളാ ഉള്ളവൻ, യൽസമുഹു അവനക്ക് നിർബന്ധമാകും, ഷറഫു ജമീഇ സമനിഹി അവൻ്റെ സമയം മുഴുവത്തിനെയും തിരിക്കൽ. എങ്ങോട്ട്? ഖളാവ് കൊള്ളാൻ എല്ലാ സമയവും. ഇപ്പോൾ പത്രം വായിക്കാൻ പറ്റൂല, ടൂർ പോകാൻ പറ്റൂല, മറ്റു യാത്ര പോകാൻ പറ്റൂല, മുഴുവൻ സമയം എന്ത് ചെയ്യണം? ഖളാവ് വീട്ടണം. പക്ഷേ അദാമ ഒരു സമയമൊക്കെ. എങ്ങനത്തെ സമയമാണ്? യഹ്താജു ഇലൈ സർഫിഹി അതിലേക്ക് തിരിക്കുന്നതിലേക്ക് ഇവനക്ക് ആവശ്യമാകും. ഫീമ ഒരു പ്രവൃത്തിയിൽ, ലാബുത്തലഹു അവനിക്ക് കൂടാതെ കഴിയുകയില്ല, മിൻഹു ആ പ്രവൃത്തിയെ തൊട്ട്. അങ്ങനത്തെ പ്രവൃത്തിയിലല്ലാത്ത മറ്റു എല്ലാ സമയത്തും എന്ത് ചെയ്യണം? നിസ്കാരം ഖളാവ് വീട്ടണം. ഒരാൾക്കിപ്പോൾ മൂത്രമൊഴിക്കാൻ പോകാനുണ്ടാവും, കാഷ്ടിക്കാനുണ്ടാവും, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുണ്ടാവും, അതുപോലത്തെ ഭാര്യമാർക്കും മക്കൾക്കും ഐശ്വര്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോകാനുണ്ടാവും. അങ്ങനത്തെ ലാബുദ്ധ കൂടാൻ കഴിയാത്തതായ പ്രവൃത്തി ഉണ്ടാവും. അതല്ലാത്ത മറ്റെല്ലാ സമയങ്ങളും എന്ത് ചെയ്യണം? നിസ്കാരം ഖളാവ് വീട്ടണം. വന്നഹു യഹ്റമു അലൈഹി, തീർച്ചയായും അവൻ്റെ മേൽ ഹറാമാകും. അത്തതവ്വു സുന്നത്ത് നിസ്കരിക്കൽ എന്താണ്? ഹറാമാകും. ഇൻതഹ, ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ്റെ കോലോടെ കഴിഞ്ഞു. ഇൻതഹ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ്റെ ആ കോലോടെ കഴിഞ്ഞു. വയുബാദിറു ബിഹി, ഇതുകൊണ്ട് അവൻ ധൃതിയാക്കണം. നദബൻ സുന്നത്തായ നിലയിൽ, ഇൻ ഫാത ബി ഉദ്രിൻ ഉദറോടുകൂടെ, കാരണത്തോടുകൂടെ നിസ്കാരം ഫൗത്താകാണെങ്കിൽ, നഷ്ടപ്പെടുത്തിയതാണെങ്കിൽ സുന്നത്തായ നിലയിൽ എന്താണ്? ധൃതിയാക്കണം, ഒളിരിപ്പിക്കണം. ഏതുപോലെ? കനോമിൻ ഉറക്കം പോലെ. ലം യതഅദ്ദാ ബിഹി, അതുകൊണ്ട് അവൻ അതിലോട്ട് കടന്നിട്ടില്ല, അഥവാ കുറ്റം കിട്ടുന്ന വിധത്തിലായിട്ടില്ല, അറിയാതെ ഉറങ്ങിപ്പോയി. അവനക്ക് നിസ്കരിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, നിസ്കരിക്കുന്ന വ്യക്തിയാണ്. അവന് ളുഹറിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് ഉറങ്ങിപ്പോയി. ക്ഷീണം കൊണ്ട് മറ്റും വേണ്ട അസ്ർ ബാങ്ക് കൊടുത്തിട്ട് എണീറ്റ് അറിയാതെയാണ്. അങ്ങനത്തെ വ്യക്തിയാണെങ്കിൽ സുന്നത്തായ നിലയിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് ധൃതിയാക്കി നിസ്കരിക്കണം. അതുപോലെ നിസ്യാനും കദാലിക, പ്രകാരം പോലെ തന്നെ മറവി പ്രകാരം പോലെ തന്നെ എന്നും നിസ്കാരമൊക്കെ പതിവിലാണ്. പക്ഷേ വല്ല ഫംഗ്ഷനിലോ കല്യാണത്തിലോ പങ്കെടുത്ത് നിസ്കരിക്കണം എന്നൊക്കെ ഇപ്പോൾ 15 നിസ്കരിക്കാൻ ആകുമ്പോൾ അവിടെ തിരക്കും കാര്യത്താൽ നിസ്കാരം എന്തായി? മറന്നുപോയി. അസ്റാൻ കൊടുത്തപ്പോൾ മനസ്സിലപ്പേ ഞാൻ ലോറ നിസ്കരിച്ചിട്ടില്ലല്ലോ. ഇതുപോലെ മറവിയാണെങ്കിലും എന്താണ്? സുന്നത്തായ നിലയിൽ ധൃതിയാക്കണം, ഒളിരിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.